ദേശീയപാത നിർമ്മാണ ഭാഗമായി വേങ്ങര കൂരിയാട് പാടത്ത് കൊണ്ടിട്ട മൺതിട്ടകൾ മഴയ്ക്ക് മുൻപായി നീക്കം ചെയ്യണമെന്ന് വേങ്ങര പഞ്ചായത്ത് ഭരണസമിതി അധികൃതരോട് ആവശ്യപ്പെട്ടു. തോട്ടിലെ നീരൊഴുക്ക് തടസ്സപ്പെടുന്ന രീതിയിലാണ് മൺതിട്ടകൾ ഉള്ളത്. കൈതത്തോട്, വേങ്ങരത്തോട് എന്നിവയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഇവിടെ മണ്ണ് കൊണ്ടുവന്ന് തള്ളിയിട്ടുള്ളത്. ഇരു തോടുകളും കടലുണ്ടിപ്പുഴയിലേക്ക് ഒഴുകിപ്പോകുന്നത് ഇവിടെ ദേശീയപാതയ്ക്ക് അടിയിലൂടെയാണ്. നേരത്തെ ദേശീയപാതയുടെ നവീകരണത്തിനായി റോഡിന് ഇരുപുറവും വലിയ തോതിൽ മണ്ണ് കൊണ്ടുവന്ന് കൂട്ടിയത് തോടുകളുടെ സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെടാൻ കാരണമായിരുന്നു. കഴിഞ്ഞ വർഷം ആദ്യ മഴയിൽ തന്നെ കുറ്റൂർ പാടത്ത് വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടാവുകയും നിരവധി കർഷകരുടെ വിളകൾ നശിക്കുകയും ചെയ്തിരുന്നു. മഴയ്ക്ക് മുൻപേ മൺതിട്ടകൾ മാറ്റിയില്ലെങ്കിൽ പ്രദേശത്ത് പ്രളയസമാനമായ സ്ഥിതിയുണ്ടാവും. പാടത്തിന് സമീപത്തെ പല വീടുകളും വെള്ളത്തിലാവുമെന്നും ഈ ആവശ്യമുന്നയിച്ച് ജില്ലാ കളക്ടറെ കാണുമെന്നും പഞ്ചായത്ത് അധ്യക്ഷൻ NT അബ്ദുൽ നാസർ പറഞ്ഞു. വേങ്ങരയിലെ ഏറ്റവും വലിയ പാടശേഖരമാണ് കുറ്റൂർ പാടശേഖരം. അതേപോലെ വേങ്ങരയിലെ മാതാട് ഭാഗത്ത് എല്ലാ വർഷവും വെള്ളക്കെട്ട് വരാറുണ്ട്. ഇപ്പോൾ NHAൻ്റെ ഈ വർക്ക് വന്നപ്പോൾ ഇവിടെ പോകുന്ന വെള്ളം ഒഴുകിപ്പോകുന്ന മുഴുവൻ സോഴ്സുകളും അടക്കപ്പെട്ടു, മണ്ണുകൊണ്ട് മൂടപ്പെട്ടു. അത് രണ്ടാമത് തുറക്കണം എന്നാണ് ഞങ്ങളിപ്പോൾ NHA അധികൃതരോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ NHAൻ്റെ ഒരു എഞ്ചിനീയറോ അതിൻ്റെ കോൺട്രാക്ട് വിഭാഗത്തിന് ഒരാളും പങ്കിട്ടില്ല. അവർ അസിസ്റ്റൻസ് രണ്ടാളെ പറഞ്ഞയച്ചിട്ടേ ഉള്ളൂ. KNR ആണ് അതിൻ്റെ കോൺട്രാക്ടർ. അപ്പോൾ ഇവിടെ ഇപ്പോൾ രണ്ട് ഭാഗത്തും വെള്ളം മൂടി കെട്ടിക്കഴിഞ്ഞാലുള്ളൊരു അപകടം, വേങ്ങരത്തോട്ടുനിന്ന് വരുന്ന വെള്ളം തടഞ്ഞിട്ട് മാതാട് ഭാഗത്ത് വെള്ളം കയറിക്കഴിഞ്ഞാൽ ഏകദേശം 10-30ഓളം വീടുകളിൽ വെള്ളം കയറും. അതൊരു വലിയ പ്രശ്നമാണ്. 100ഓളം വീടുകളുണ്ട്. അതെ, 19 വീടിൻ്റെ പക്കത്ത് അപ്പുറത്ത് പോയാൽ 100ഓളം വീടുകളിൽ വെള്ളം കയറും. അത് വലിയൊരു ക്രൈസിസാണ്. നമ്മളൊരു വെള്ളപ്പൊക്കം 2018 കണ്ടതാണ്. കൂരിയാട് പ്രത്യേകിച്ച് ഇവിടെ ഒരിക്കൽ ഈ ഹൈവേ അശാസ്ത്രീയമായി പണിത് പൊളിഞ്ഞു വീണ് ഏകദേശം 2-3 കാറുകൾ അകപ്പെട്ടിട്ടുണ്ടാവും. വലിയ ഒരു ഗുരുതരമായ വീഴ്ച വന്നത് എല്ലാവരും കൂടി സമരം ചെയ്തിട്ടാണ് ഇപ്പോൾ മേൽപ്പാലം വന്നത്. മേൽപ്പാലം വന്നപ്പോൾ അവർ അന്ന് വീണ മണ്ണ് മുഴുവനും ഈ തോട് ഒഴുകിപ്പോകുന്ന തോട്ടിലേക്കാണ് ഇട്ട് തോട് കംപ്ലീറ്റ് ബ്ലോക്കായി. അതുകൊണ്ട് ഇത് തുറക്കണം, തോട് റിപ്പയർ ചെയ്യണം. കൃഷിക്കാർക്ക് മാത്രമല്ല ഈ ജീവഹാനി വരെ സംഭവിക്കുന്ന രീതിയിൽ വെള്ളപ്പൊക്കം വരികയാണ്. പിന്നെ കൃഷി കംപ്ലീറ്റ് 2 പൂല് കൃഷി നടക്കുന്നതാണ്, അത് കംപ്ലീറ്റ് ബ്ലോക്കാവും. ഉപാധ്യക്ഷ ഫാത്തിമ ചോലക്കൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുഹമ്മദ് സാദിഖ്, 4ാം വാർഡ് മെമ്പർ പാക്കട മുസ്തഫ, വേങ്ങര പഞ്ചായത്ത് സെക്രട്ടറി KP ലക്ഷ്മി, പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ വിദ്യ, വേങ്ങര കൃഷി ഓഫീസർ അർച്ചന, കർഷകർ, പൊതുപ്രവർത്തകർ എന്നിവർ സംഘത്തിൽ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെമ്മാട്.